ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടെ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ചന്ദ്രമതിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അപ്പോഴും ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്ത് ഡ്രൈവറെ വിളിക്കുക, പോകാൻ ഉദ്ദേശിച്ച വണ്ടിയിലെ ഡ്രൈവർ. അപ്പം അദ്ദേഹം കോൾ എടുത്തു. അത് എങ്ങോട്ട് തിരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ശ്രുതി. അതെ സാറേ, ഞാൻ അങ്ങോട്ട് വരാൻ പോകുമായിരുന്നു, അപ്പോഴാണ് സാറ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി അതെ തന്നെ നന്നായി, എങ്കിലേ ഇപ്പം ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങാൻ കുറച്ചുകൂടി ലേറ്റ് ആകും, ഒരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് സൂണൻ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ, ഓക്കെ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ആൾ എന്താടാന്ന് ചോദിച്ചപ്പോൾ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ലേറ്റ് ആയാലും എന്താ, മൂന്നാറോട്ടം അല്ലേ പോകുന്നേ, അപ്പോൾ എന്തോന്ന് ഓട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും അപ്പുറത്തിരുന്ന നമ്മുടെ ബൈജുവിൻ്റെ ഫോണിലേക്ക് അടുത്ത കോൾ. ഹലോ സാർ, ഇപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ബൈജു ഓട്ടം പോവുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ വയറനക്കാമേലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര കാർച്ചയും കോപിച്ച്. അപ്പോഴത്തേക്കും ശ്രുതി ഓടി വന്നു. അമ്മേ ടെൻഷൻ അടിക്കണ്ട, ഒന്നും കൊണ്ടും പേടിക്കണ്ട, വേദന പെട്ടെന്ന് കുറയാനുള്ള മെഡിസിൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ശ്രുതി അങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിരിക്കുക, അയ്യോ എൻ്റെ വയറേന്ന് പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ. അപ്പോൾ എന്താ ആൻറ്റി ഇത് ചെറിയ കുട്ടികളെപ്പോലെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അറിയാതിരിക്കുക ആൻറ്റി, മെഡിസിൻ കഴിച്ചാൽ വേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോഴത്തേക്ക് അയ്യോ ഇല്ല എന്നും പറഞ്ഞു ചന്ദ്ര. ഈ വേദന അങ്ങനെയൊന്നും മാറത്തില്ല മോളെ, മരുന്ന് തന്നതിന് ശേഷം ടൂറ് പോകാനല്ലേ നിന്റെ മനസ്സിൽ, നീ പോയത് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതി മോൾക്ക് ചന്ദ്രയുടെ കയ്യിൽ നിന്ന്. അയ്യോ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ ചന്ദ്ര. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇത് കള്ളത്തരമാണെന്നുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതിയും സച്ചിയും കൂടെ റൂമിൽ നിൽക്കുക. അപ്പോൾ ഇനി കുറച്ച് സ്ഥലം കൂടി നമുക്ക് കാണാനുണ്ട്, അത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി. രാത്രി തിരിച്ചു പോകുന്നുണ്ടോ നമ്മളെന്ന് ചോദിച്ചപ്പം നാളെ രാവിലെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു സച്ചി. ഏതായാലും ഇറങ്ങിയില്ലേ, ഇന്നത്തെ ദിവസം കൂടി ഒന്ന് കറങ്ങിയേക്കാമെന്ന് പറഞ്ഞു. അല്ല അതിന് മാത്രം സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു രേവതി. വേറെ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ മുറി ഒഴിവാക്കി വേറൊരു സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ചോദിച്ചു എന്തിനാണെന്ന്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നും നമുക്കിവിടെ തന്നെ താമസിക്കാമെന്നും പറഞ്ഞു സച്ചി. അതെ ആ തെമ്മാടി കൂട്ടം ഇവിടുന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു രേവതി സച്ചിയോട്. അവൻ്റെയൊക്കെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ അപ്പോൾ രേവതി, അവന്മാരെ പേടിച്ചിട്ടാണോ രേവതി വേറെ സ്ഥലത്ത് പോയി മുറിയെടുക്കാമെന്ന് നീ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുക. നേരത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ സച്ചിയുടെ അടുത്ത് തന്നെയായിരുന്നു. സച്ചിയേട്ടൻ അവരെ അടിച്ചതിൻ്റെ ദേഷ്യം അവർക്കുണ്ടെന്നേ, അവൻ്റെയൊക്കെ നോട്ടം കണ്ടാൽ അറിയാമെന്നേ, ഇന്നലെ പാട്ടും പാടി ബഹളം വെച്ചതൊക്കെ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണേ. അവർക്കേ നേരത്തെ കിട്ടിയത് മതിയായിട്ടില്ല, അതുകൊണ്ടാണ് ഒരു 2 കൂടെ കൊടുത്താലേ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അന്നേരം സച്ചേട്ടാ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അങ്ങ് കൊടുക്കലാണല്ലോ പണി, അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് അവർ പുറകെ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുന്നതെന്ന കാര്യം രേവതി പറയുമ്പം അവർ പുറകെ കൂടിയിട്ടൊന്നുമില്ല, അത് നിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു സച്ചി. പിന്നെ അവർക്ക് എന്നോട് അത്രയ്ക്ക് ഭയം ഉണ്ടെങ്കിലേ, വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരത് ഇന്നലെ രാത്രി തന്നെ തീർക്കാൻ നോക്കിയാനെ. അവർക്ക് എന്നോട് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണുമെന്ന് സച്ചി. രേവതിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ അതൊക്കെ അവർ പാട്ടുപാടി തീർത്തു, അതോടെ അതങ്ങ് കഴിഞ്ഞെന്ന് സച്ചി പറയാം. പിന്നെ ഇനി അവർ നമ്മുടെ മുന്നിൽ വരത്തില്ല എന്നും സച്ചി പറയുവാണ്. രേവതിക്ക് പേടിയോട് പേടി. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ചെന്ന് ചുമ്മാ മൂഡൗട്ടാകാൻ നിൽക്കരുത് കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ എല്ലാം മറന്ന് ആഘോഷിക്കാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, അത് നീ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് രേവതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ വയറുവേദന കാരണം കിടന്ന് പൊളയുന്നു. അപ്പോഴത്തേക്ക് ശ്രുതി പോയി ഗുളിക വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് കൊടുത്തു, ചന്ദ്രയെ കൊണ്ട് ഗുളികയും കഴിപ്പിച്ചു. അയ്യോ എൻ്റെ വേദന കുറയുന്നില്ലേ എന്നും പറഞ്ഞ് കരച്ചില്ല. അതിന് അമ്മ ഇപ്പോൾ ഗുളിക കഴിച്ചതല്ലേ ഉള്ളൂ, വേദന ഇപ്പോൾ തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ ഈ വേദന മാറില്ല എന്നും പറഞ്ഞു ചന്ദ്ര. ഒരു ഗുളികയ്ക്കും ഈ വേദന മാറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ രവിയേട്ടൻ വന്നു. എന്താ ഇവിടെ ഒരു ബഹളം, നിങ്ങളിതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇരുന്ന് കരയുന്നത് കണ്ടു. എന്താ ചന്ദ്ര നീ എന്തിനായിരുന്നു കരയുന്നേ? അച്ഛാ അമ്മയ്ക്ക് വയറുവേദനയാ, കണ്ട കടച്ചാതിയൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ഛാ അമ്മയൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നിന്നോടാരാ പറഞ്ഞത്? ഞാൻ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞപ്പം അതിനും അമ്മ എൻ്റെ കൂടെ വരുന്നില്ല, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഞാൻ ഗുളിക മേടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. എടാ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിസിൻ വാങ്ങി കഴിക്കരുതെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ. അയ്യോ അച്ഛാ പിന്നെ വേദന മാറണ്ടേ അച്ഛാ എന്ന് ചോദിച്ചു മകൻ. അപ്പോൾ എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരുന്ന് കരച്ചില്ല. അയ്യോ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നിന്ന് മകൻ കരയുന്നത് കണ്ടപ്പോൾ ചേട്ടാ നീ എന്തിനാടാ അതിനെ കരയണേ, വയറുവേദന അവക്കല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അമ്മ കരയുന്നത് കണ്ട് എനിക്ക് സങ്കടം വരില്ലേ, എൻ്റെ അമ്മയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ ശ്രുതി. അല്ല നിങ്ങളെന്താ പോകാനുള്ള യാത്രയൊക്കെ മാറ്റി വെച്ചോന്ന് ചോദിച്ചു രവിയേട്ടൻ നേരെ ശ്രുതിയോട്. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകാനുള്ള യാത്രയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് ആൻറ്റിക്ക് വയറുവേദനയാണെന്നൊക്കെ പറയുന്നത് പോടി അവിടെ നിന്നും പറഞ്ഞോട് ചന്ദ്ര. ശ്രുതി അമ്മയുടെ വേദന നീ കാണുന്നില്ലേ എന്ന് ശ്രുതി. അച്ഛാ എൻ്റെ അമ്മ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോൾ മനസ്സമാധാനത്തോടെ ഞാൻ എങ്ങനെ പോകും അച്ഛാ, ഞാൻ പോണില്ല എന്നും പറഞ്ഞ് ശ്രുതിക്കാം. എടാ ഗുളിക കൊടുത്തെന്നല്ലേ പറഞ്ഞു, അപ്പോൾ വേദനയൊക്കെ മാറിക്കോളും, അതിന്
എന്താ പറയുക, ഞാനല്ലേ ഇവിടെ ഉള്ളത്, ഇനിയിപ്പോൾ സമയം കളയാതെ നിങ്ങൾ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. നിങ്ങളിവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം, എൻ്റെ മോനെ പോലെ വരുമോന്ന് ചന്ദ്ര. അപ്പം എന്ത് ചന്ദ്ര നീ പറയുന്നേ എന്ന് രവിയേട്ടൻ ചോദിച്ചു കേട്ടോ. ശ്രുതിക്ക് കേട്ടപ്പോഴത്തേനും സഹിക്കാൻ പറ്റാത്ത സങ്കടം. ശ്രുതിക്ക് മനസ്സിലായി കള്ളക്കളിയാണെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്നെ വിട്ടിട്ട് പോകാൻ, എൻ്റെ മക്കളെ അത്രയ്ക്ക് കണ്ണിൻ ചോരയില്ലാത്തവരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലാണേ. അപ്പോഴത്തേക്കും ശ്രുതി നിന്ന് കരയുന്നു. ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കും, അമ്മയും മോനെയും മാറി മാറി. ഗുളിക കഴിച്ചിട്ടും വേദനയൊന്നും മാറുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ വേദനയൊക്കെ മാറും, അമ്മ ഗുളിക ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, കിടക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ച് കിടത്തുക. അപ്പോൾ അതേ സമയം പോവാ ശ്രുതി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, സുഗണനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുത്ത് വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ സാറേ ഞാൻ പുറപ്പെടാൻ വേണ്ടി പോവുമായിരുന്നു. അതെ എങ്കിലേ 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് പുറപ്പെട്ടാൽ മതി കേട്ടെ, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇയാൾ എന്നാ മനുഷ്യനാന്ന് ഓർത്തിരിക്കുക ഡ്രൈവർ. അപ്പോഴത്തേക്ക് അയ്യോ എൻ്റെ വയറുവേദന കൂടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കരച്ചില്ല. ഇനിയിപ്പോൾ ഗുളിക അങ്ങനെ മാറിപ്പോയി കാണും വെച്ചാൽ അപ്പോൾ കൂടാനുള്ളത് തന്നെ നീ കൊടുത്തിരിക്കുന്നതെന്ന് അച്ഛൻ. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. അവരങ്ങ് പോയപ്പോഴത്തേക്കും വേദന പോയി ചന്ദ്രയുടെ. അപ്പോൾ രവിയേട്ടൻ ചന്ദ്രേ നീ എന്നത് ഈ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചു. അയ്യോ അപ്പോഴത്തേക്കും വീണ്ടും കൂടി. പെട്ടെന്നാണല്ലോ ഇത് വരുന്നതെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് വയറുവേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരച്ചില. അപ്പോൾ രവിയേട്ടനും കാര്യം മനസ്സിലായി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥ നീ കണ്ടോ, ഇതിനു മുമ്പ് എൻ്റെ അമ്മയെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുമ്പം കാണത്തില്ല, ഇതിനു മുൻപ് നമ്മൾ ടൂർ പോയിരുന്നില്ലല്ലോ എന്ന് ശ്രുതി. അതിന് നമ്മൾ പോകുന്ന ഈ ടൂറും അമ്മയുടെ വയറുവേദനയായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് ചോദിക്കുമ്പം എൻ്റെ ശ്രുതി ആൻറ്റിക്ക് വയറുവേദനയൊന്നും ഇല്ല, ആൻറ്റി ചുമ്മാ ആക്ട് ചെയ്യുന്നതാണെന്ന് ശ്രുതി അന്നേരം പറയുക. ആക്ട് ചെയ്യാനോ, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ യാത്ര മുടക്കാൻ വേണ്ടി, അത്രയേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞപ്പം ശ്രുതി നീ അങ്ങനെയൊന്നും അമ്മയെക്കുറിച്ച് പറയാൻ പോലും പാടില്ല കേട്ടോ ഒന്നും ശ്രുതി. അല്ല അമ്മ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അമ്മയെ ശ്രുതിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. നാശം എന്നും പറഞ്ഞ് അങ്ങനെ പോകുമ്പം അമ്മ നമ്മുടെ യാത്ര അങ്ങനെ ഒന്നും മുടക്കാൻ നോക്കത്തില്ല, നമ്മുടെ സന്തോഷമോ അമ്മയുടെ സന്തോഷമോ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി ഒരു വെറും മണ്ടനായി പോയല്ലോ, ആൻറ്റി ആക്ട് ചെയ്യുകയാണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ലേന്ന് ചോദിച്ചു. അമ്മ എന്തിനാ നമ്മുടെ യാത്ര മുടക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പം അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒന്നുകിൽ ഞാൻ ബലിയിടുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് പോയാൽ വീട്ടിലെ ജോലിയൊക്കെ ആൻറ്റി ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, ചിലപ്പോൾ അതായിരിക്കും കാരണമെന്ന് ശ്രുതി പറയണു. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രുതിയെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടും ആവാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കുക, ആണോ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ച്. ആൻറ്റി പിന്നെ സീരിയലൊക്കെ കാണാറുള്ള ആളാണല്ലോ, അതിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും ഈ ഒരു സംഭവം. ചില സീരിയലും സിനിമയിലും ഒക്കെ അമ്മായിമ്മ ഇത്രമാരും സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ ആക്ടിങ്ങിന് മിടിക്കുകയാണെന്ന കാര്യമൊക്കെ എനിക്കറിയാം, എന്നാലും എൻ്റെ മുന്നിൽ അമ്മ ആക്ട് ചെയ്യില്ല എന്ന് ശ്രുതി. എൻ്റെ യാത്രയൊന്നും അമ്മ മുടക്കാൻ നോക്കത്തേ ഇല്ല, അതെനിക്കറിയാം. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചു. ശ്രുതി ദേഷ്യപ്പെടുവാണ്. ആ സമയത്തതേ ഇപ്പം തന്നെ ലേറ്റായി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് ശ്രുതി. അമ്മ ഇങ്ങനെ കിടക്കുമ്പോഴോ പിന്നെ ഒച്ചയ്ക്കുള്ള കരച്ചിലിൻ്റെ ഒച്ച കേട്ടു. നീ കേട്ടോ അമ്മ കരയുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഓടുക. ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി വിളിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയാം, എൻ്റെ അമ്മ അകത്ത് വേദന കൊണ്ട് പൊളയുന്നത് അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് പോകാൻ ഈ മകന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മതി നിർത്തിക്കോളാൻ പറഞ്ഞു. ശ്രുതിയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും ശ്രുതി പറയുക. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല എടാ ശ്രുതി, ഗുളിക കഴിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും അമ്മയ്ക്ക് വേദന പറയുന്നില്ലല്ലോ ആടാ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയാലോടാന്ന് ചോദിച്ചു. അതിന് അമ്മ വരുന്നില്ലല്ലോ അച്ഛാ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ആ നാണുവൈദ്യരെ കണ്ടിട്ട് അമ്മയുടെ അവസ്ഥയെല്ലാം പറയുക, അദ്ദേഹം കഷായം എന്തെങ്കിലും തരാതിരിക്കില്ല, അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്കിളെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ ആവശ്യമുണ്ട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രുതി. ഞാൻ പോയി വൈദ്യരെ കണ്ടിട്ട് വരാച്ചാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടുക. അപ്പോഴത്തേക്കും ശ്രുതിക്ക് തള്ളയോട് ഭയങ്കര കലി കയറി ഇങ്ങനെ നിൽക്കുക. എന്തൊരു കഷ്ടം ഇത്, അവരുടെ ഒരു വേദന. അമ്മയ്ക്ക് പറ്റിയ മോനും വേഷം കെട്ടി ഇറങ്ങിയത് വെറുതെ ആവുമോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഒന്നും കയറി പറയാനും പറ്റില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അന്നത്തെ പോലെ പണി എടുപ്പിച്ച് നാട്ടു ഓടിക്കുമെന്നും ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗുണ്ടകളെയാണ് കാണിക്കുന്നത്. അവന്മാരിങ്ങനെ വന്ന് ഡോറിൽ മുട്ടുക, സച്ചിയുടെയും രേവതിയുടെയും. അപ്പോൾ ഡോറ് പൂട്ടിയേക്കുന്നു. അവർ പോയെന്നാടാ തോന്നുന്നതെന്നതിൽ ഒരുത്തം പറയണു. അപ്പോഴത്തേക്കും ഒരു വെയിറ്റർ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ താമസിച്ചവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പോയല്ലോ എന്ന് ഈ വെയിറ്റർ പറയുക. അപ്പോൾ റൂം വിക്കറ്റ് ചെയ്തോ? ഇല്ല, അവർ സ്ഥലം കാണാനൊക്കെ ആയിട്ട് പോയിക്കുക, രാത്രി വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി നീ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടിട്ട് ഇവന്മാർ രണ്ടുപേരും കൂടി ഇനി അവരങ്ങനെ കണ്ടുപിടിക്കുമോ എന്നുള്ള ചർച്ചയില്ല. അപ്പോൾ എടാ
അവർ സ്ഥലം കാണാൻ പോയെന്നല്ലേ പറഞ്ഞത്, ഇവിടെ എവിടെയെങ്കിലും കാണും, നീ അവന്മാരുടെ അടുത്ത് റെഡിയാകാൻ പറ, നമുക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ പോവുകയാണ് ഇവരെ തപ്പി. അപ്പോഴത്തേക്ക് രേവതിയും സച്ചിയും കൂടെ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെയൊക്കെ കണ്ട് നടക്കുക. പിന്നെ റൂം കിട്ടുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുമ്പം, ഇപ്പോഴാണോ രേവതി അതൊക്കെ പറയുന്നത്, നമ്മൾ അതിനൊക്കെ വേണ്ടിയുള്ള ക്യാഷ് സ്വരുക്കൂട്ടി വെക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുറിയെടുക്കുന്നതാണ് നിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അല്ലേ എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ അതാണെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ അത് കേട്ടപ്പം എനിക്ക് വേറെയും കുറേ സ്വപ്നങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പം അതെന്തൊക്കെയാണാവോ എന്ന് രേവതി തിരിച്ചു ചോദിച്ചു. ഒന്നാമത്തെ സ്വപ്നം അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറ, ഞാൻ കേട്ടോളാവുന്ന രേവതി. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതി കുറച്ച് നേരം നോക്കി നിന്നിട്ട് അത് പിന്നെ അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക, എന്താന്ന് ചോദിച്ചു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഓരോന്ന് കാണിക്കുമ്പം അധികം താമസിയാതെ ഒരു കൊച്ചു രേവതിക്കുട്ടി നമുക്കിടയിലേക്ക് വരണമെന്ന് സച്ചി രേവതിയോട് പറയുമ്പം അതിന് രേവതിക്കുട്ടിയാണെന്ന് ആരാ പറഞ്ഞത് സച്ചിയേട്ടനോട്? ഞാൻ സ്വപ്നം കാണുന്നതേ ഒരു സച്ചിക്കുട്ടനെയാണെന്ന് രേവതി. അപ്പം അത് കേട്ടപ്പം സോറി, ഞാൻ എൻ്റെ സ്വപ്നം കാണലിനെ പറ്റിയാണ് പറയുന്നത്. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ആദ്യത്തെ കൺമണി ഒരു പെൺകുട്ടിയാണെന്ന കാര്യം പറയണം. സ്വപ്നം കാണുന്നത് സച്ചേട്ടനാണെങ്കിലും കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നതേ ഞാനാ. അതുകൊണ്ട് സച്ചേട്ടൻ ഇനി ആൺകുട്ടിയെ സ്വപ്നം കണ്ടാൽ മതി. ഞാനേ സ്വപ്നം കണ്ട് കഴിഞ്ഞെന്നും ഇനി അത് മാറ്റാൻ പറ്റത്തില്ലെന്നും രേവതിയോട് സച്ചി പറയണു. കൊള്ളാവല്ലോ, അങ്ങോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങനെ അങ്ങ് പോകണു. അവന്മാരന്നേരം ഇവരെ തപ്പി നടക്കുവാണ്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടവും ഇവിടമൊക്കെ മാറിയൊക്കെ ഇരുന്നൊക്കെ സംസാരിക്കുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം പോലെ നടക്കുള്ളൂ എന്ന് രേവതി പറയുന്നു. ക്ഷേത്രത്തിലെ ദേവീദേവന്മാർക്ക് മാല കെട്ടി കൊടുക്കുന്നത് ഞാനാണെന്നും ആ നന്ദി അവരെന്നോട് കാണിക്കുമെന്ന് രേവതി സച്ചിയോട് പറയാം. ഞാൻ ചോദിക്കുന്നതേ അവർ തരുള്ളൂ എന്ന് പറയുമ്പം പിന്നെ ദൈവം നന്ദി കാണിക്കും പോലും. അതെ, എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടല്ലേ നീ മാല കെട്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് മാല കെട്ടിയതിൻ്റെ പുണ്യമൊക്കെ അവർക്കേ കിട്ടുള്ളൂ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കട്ടെ രേവതി, നമുക്ക് പിറക്കുന്നതേ പെൺകുഞ്ഞ് തന്നെയായിരിക്കും, അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാനത് സമ്മതിക്കില്ല എന്ന്, എനിക്ക് ആൺകുട്ടി മതിയെന്നും രേവതി സച്ചിയോട് പറയുമ്പോൾ പെൺകുട്ടി മതിയെന്ന് സച്ചി പക്ഷേ ഞാൻ പ്രസവിക്കുന്നത് ആൺകുട്ടി ആയിരിക്കുമെന്ന് രേവതി. അവൻ്റെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും ഞാൻ ലേബർ റൂമിൽ നിന്ന് മയക്കം വിട്ട് ഉണരാൻ പോകുന്നതെന്നൊക്കെ രേവതി പറയുമ്പം ലേബർ റൂം തുറന്ന് നേഴ്സ് പെൺകുട്ടിയുമായിട്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് സച്ചി. പാല് ജയിക്കുമെന്ന് നമുക്ക് നോക്കാവുന്ന രേവതി. കാണാം കാണാം കാണാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ഇവന്മാരാണെങ്കിൽ അവരെ കാണാത്തതിൻ്റെ പകയിൽ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാട്ടോ, വേദനയ്ക്ക് ഒരു കുറവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലൊക്കെ കയറി ഇരിക്കുക ശാത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ കഷായമായിട്ട് വരുന്ന മോനെയും നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ പതുക്കെ ബാത്റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ കൊണ്ടുവന്ന് ചന്ദ്രയെ ഇരുത്തുക. അപ്പോഴത്തേക്കും പെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു. എന്നാൽ എനിക്ക് മനസ്സിലാകാത്തത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദന വന്നത് എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ ചന്ദ്രയെ പിടിച്ചവിടെ ഇരുത്തും. അപ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രയുടെ മുന്നിലാണ് പെട്ടി കൊണ്ട് വെച്ചേക്കുന്നത്. ഇത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് വേദന കൂടി. അപ്പോൾ ഇതെന്തായി പെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മോളെന്ന് ചോദിക്കുമ്പോൾ പോകാൻ റെഡിയായി നിൽക്കുമായിരുന്നല്ലോ അങ്കളെ, അപ്പോൾ പിന്നെ ഇവിടെ വെക്കാൻ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താണെന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര ഇവർ പോകുമോ, വേദന മാറിയിട്ട് വേണ്ടേടി നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ, ഈ പോയത് തന്നെയാണെന്നും പറഞ്ഞ് മനസ്സിലിങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ വയറെ തൂത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും സുധി അങ്ങോട്ടേക്ക് വന്നു. സുധി വൈദ്യരുണ്ടായിരുന്നു അവിടെ എന്ന് ചോദിച്ചു. ഉണ്ടച്ചാന്ന് പറഞ്ഞു. മരുന്നും കിട്ടിയതേ, ഇതങ്ങ് കഴിച്ചാൽ മതി, ആ സ്പോട്ടിൽ വേദന മാറുമെന്ന് സുധി. എന്നാൽ നാണുവൈദ്യം പറഞ്ഞെന്നും പറഞ്ഞത് അങ്ങനെ തുറന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുക്കുമ്പോൾ എന്താ ഇത് നല്ല ഒന്നാന്തരം കഷായം, എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കുറച്ച് കയ്പുണ്ടാവും, പക്ഷെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വേദന പമ്പ കിടക്കുമെന്ന് പറഞ്ഞു സുധി. കഷായം ഒന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്ന ചന്ദ്രയോട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചന്ദ്ര ശരിയാവുന്നത്, അത് കഴിച്ചാലേ വേദന മാറുള്ളൂ എന്ന് പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്ര. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാമ്മ, ഇഷ്ടമുള്ളത് കൊണ്ടാണ് എല്ലാവരും കഷായം കുടിക്കുന്നത്, ഇതമ്മ ഷെയ്ക്കാണെന്ന് കരുതി ഞാൻ കുടിച്ചാൽ മതി, വേറെ വഴിയൊന്നും ഇല്ല അമ്മ എന്ന് സുധി. നിന്നോട് ആരാടാ വൈദ്യരെ കാണാൻ പറഞ്ഞതാ? അമ്മ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പം മുകളിൽ നിന്ന് നിങ്ങൾ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ചന്ദ്ര ദേഷ്യപ്പെടുക രവിയേട്ടനോടും. ശ്രുതി ഇതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല എന്ന് ചന്ദ്ര. ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ, അത് അമ്മയ്ക്ക് കൊടുത്തേ, നീ അമ്മേനെ പിടിച്ചടാ, ഞാനും പിടിക്കാം. അങ്ങനെ പിടിച്ചിരുത്തി ചന്ദ്രയുടെ വായിക്കകത്ത് കുത്തി തിരികെ ഒഴിച്ചു കൊടുത്തു. ഇവർ കുടിക്കെന്നും പറഞ്ഞു. എന്നിട്ട് വായും കൊത്തി പിടിച്ചത് അങ്ങനെ ഒരു തരത്തിൽ ചന്ദ്രയെ കൊണ്ട് ഇറക്കിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൊമിറ്റ് ചെയ്യാനൊക്കെ നോക്കാം. കയ്പെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ കിടന്ന് പെട്ടെന്ന് പൊളയുക. അപ്പോൾ പെട്ടെന്ന് വേദന മാറാനല്ലേ ആൻറ്റി എന്ന് ശ്രുതി ചോദിച്ചു. ഇനിയിപ്പോൾ വേദനയൊക്കെ മാർക്കുള്ളൂ, നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ മോന് പോകാൻ പറ്റത്തില്ല രവിയേട്ടാ എന്ന് ചന്ദ്ര. എൻ്റെ മോൻ പോവില്ല രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എന്ത് പറയാൻ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
രവിയേട്ടൻ പറയാം, അമ്മ കഷായം കുടിച്ചല്ലോ, അപ്പോൾ അമ്മയുടെ വയറുവേദന മാറത്തില്ലേന്ന് ചോദിച്ചു. എന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. ഏതായാലും അമ്മ കരച്ചിൽ നിർത്തി ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ അല്ലേ ശ്രുതി എന്ന് ശ്രുതിയോട് ശ്രുതി പറയുമ്പോഴത്തേക്ക് ശ്രുതിയുടെ ഒരു നോട്ടം. എങ്കിലേ ഞാൻ സുഗണനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് സുഗണൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. സുഗണ, നീ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, എന്തായിരുന്നു സാർ? അതെ, ഒരു പ്രശ്നമുണ്ട് സാർ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, മണിക്കൂർ 1, 2 ഞാൻ ഇവിടെ കിടന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര അവിടെ ഇരുന്ന് എനിക്ക് വേദനയ്ക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് തുള്ളു. അപ്പോൾ സുഗണനെ ഒരു വിളി കൂടി വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതിമോൻ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.